ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സൈക്ലിക് റിഡൻഡൻസി ചെക്കാണ്. CRC എന്ന് പറയും. മറ്റ് രണ്ടെണ്ണം VRCയും LRCയും നമ്മൾ പഠിച്ചതിൻ്റെ നെക്സ്റ്റ് വണ്ണാണ്, തേർഡ് വണ്ണാണ് CRC എന്ന് പറയുന്നത്. VRCയിലും LRCയിലും നമ്മൾ പറഞ്ഞു അതിൻ്റെ കൂടെ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡിവിഷനാണ് ചെയ്യുന്നത്. ബൈനറി ഡിവിഷൻ വഴിയാണ് നമ്മളത് ചെയ്യുന്നത്. ഇതിൽ ഡിവിഷൻ ചെയ്ത് കിട്ടുന്ന സെൻറ്റർ സൈഡ് ഡിവിഷൻ ചെയ്ത് കിട്ടുന്ന റിമൈൻഡറിനെ അതിൻ്റെ ഒറിജിനൽ ഡാറ്റയുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അത് റിസീവറിൻ്റെ സൈഡിലേക്ക് അയക്കുകയും റിസീവറിൻ്റെ സൈഡ് അത് വീണ്ടും ആ രണ്ട് ബിറ്റുള്ളതിന് ഒരു ബിറ്റിന് രണ്ട് സെക്ഷനായിട്ട് അയക്കുന്നതിന് ഒന്നിനെ ഡിവിഷൻ ചെയ്യുന്ന ഡിവൈസറായിട്ടും ഒന്ന് ഡിവിഡൻ്റായിട്ടും ഉപയോഗിച്ചിട്ട് റിസീവർ സൈഡ് വെച്ച് വീണ്ടും നമ്മൾ ഡിവിഷൻ ചെയ്തിട്ട് റിമൈൻഡർ 0 ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിനെ വിത്തൗട്ട് എറർ അത് റിസീവ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ റിമൈൻഡർ എങ്ങാനും 1 ആയിട്ട് വരികയാണെങ്കിൽ അതെന്ന് പറയുന്നത് നമുക്ക് എന്തോ എറർ ഇൻ ബിറ്റ്വീനിൽ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി ഇതാണ് അതിൻ്റെ CRCയുടെ ജനറേറ്ററിൻ്റെയും ചെക്കറിൻ്റെയും കൂടെ ഡയഗ്രാം. ഓക്കെ, ഈ ഭാഗമാണ് സെൻറ്റർ സൈഡ്, ഈ ഭാഗമാണ് റിസീവർ സൈഡ്. സെൻറ്റർ സൈഡിൽ ഒറിജിനൽ ഡാറ്റയുടെ കൂടെ n ബിറ്റ് ഓഫ് സീറോസ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഒറിജിനൽ ഡാറ്റയുടെ കൂടെ n ബിറ്റ് ഓഫ് സീറോസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുക. അത് ഡിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസർ ഉണ്ടായിരിക്കും. ആ ഡിവൈസറിൻ്റെ കൗണ്ട് എപ്പോഴും ഇതിവിടെ ആഡ് ചെയ്യുന്ന സീറോസിൻ്റെ കൗണ്ടിനേക്കാളും 1 കൂടുതലായിരിക്കും. അതാണ് n+1 ബിറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. n നമ്പർ ഓഫ് സീറോസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ n+1 ആയിരിക്കും ഡിവൈസറിൻ്റെ സൈസ്. ഓക്കെ, അതൊന്ന് കിട്ടുന്ന റിമൈൻഡറിനെയാണ് നമ്മൾ CRC എന്ന് പറയുന്നത്. അതിലും n ബിറ്റ്സ് ഉണ്ടായിരിക്കും. ഈ CRCയും ഈ ഡാറ്റയും കൂടെയാണ് നമ്മൾ ഇവിടേക്ക് റിസീവർ സൈഡിലേക്ക് പാസ് ചെയ്യുന്നത്. റിസീവർ സൈഡിലെത്തുമ്പോൾ കിട്ടുന്ന ഡാറ്റയും CRCനെയും വീണ്ടും നമ്മൾ ഡിവൈസർ, ആ ഓൾഡ് നമ്മൾ സെൻറ്റർ സൈഡിനായ ഡിവൈസർ തന്നെ, ആ വാല്യൂ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ആ ഡാറ്റേനെ റിസീവർ ആക്സെപ്റ്റ് ചെയ്യും, അതിന് എറേഴ്സ് ഇല്ല എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ നോൺ 0 ആണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 2 3 എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ആഡ് ചെയ്യുന്നത്. ആ ഡയഗ്രത്തിന് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി CRC ജനറേറ്റർ എന്താണ് നടക്കുന്നത്. CRC ജനറേറ്ററിൽ നടക്കുന്ന ഡിവിഷൻ്റെ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, CRCയുടെ ജനറേറ്റർ മോഡുലോ 2 ഡിവിഷനാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളതിൽ നമുക്ക് നമ്മൾ അയക്കാൻ പോകുന്ന ഡാറ്റ പറയുന്നത് 1001000 എന്നുള്ളതാണ് നമ്മൾ അയക്കാൻ പോകുന്ന ഡാറ്റ. ഇതിൻ്റെ ഡിവൈസ് 01 എന്നുള്ള നമ്പറാണ് നമ്മൾ ഡിവൈസറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ബിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ 3 ബിറ്റ് സീറോസ് നമ്മൾ ഒറിജിനൽ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതായത് എത്ര ബിറ്റാണോ നമ്മൾ ഡിവൈസറിനുള്ളത് അതിൻ്റെ -1 ബിറ്റ് സീറോസ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇത് 4 ബിറ്റുള്ള കാരണം നമ്മൾ ഇവിടുന്ന് 4 ബിറ്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഈ 4 ബിറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 1101ന് 1001 വെച്ചിട്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1ഉം 0യും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും 4 ബിറ്റ് ആകാൻ നമ്മൾ 1 എടുക്കുന്നു. 1 എടുത്തു കഴിഞ്ഞ് ഇവിടെ 1 എഴുതി കഴിഞ്ഞാൽ ഈ 1ഉം ഈ 4 ബിറ്റ് 11001നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 1 1, 1 × 0 0, 1 × 1 1, 1 × 1 1, എന്നിട്ട് ഇത് തമ്മിൽ മൈനസ് ചെയ്യണം. ആ മൈനസ് ചെയ്യുന്ന 1001 - 1101 എന്നുള്ള മൈനസാണ്. 1 മൈനസ് 0 എഴുതി 1 - 0 അത് ആസ് യൂഷ്വൽ 1 1 - 1 0. അപ്പോൾ നമുക്കിവിടെ 100 എന്ന് പറയാൻ പാടില്ല, 100 എന്നാണ് പറയാം. അതിനുശേഷം പിന്നെയുള്ള 0 നമ്മൾ സാധാരണ ഡിവിഷൻ പോലെ അടുത്ത നമ്പർ താഴത്തേക്ക് എഴുതി. ഓക്കെ, അടുത്ത നമ്പർ താഴത്തേക്ക് എഴുതി വീണ്ടും 100 വന്നു. അപ്പോൾ ഇത് 4 ബിറ്റാണ്, ഇതും 4 ബിറ്റാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 1 കൊടുത്തു. ഓക്കെ, 1 കൊടുത്തു, എന്നിട്ട് വീണ്ടും ഡിവിഷൻ ചെയ്തു. അപ്പോൾ 1101 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് വന്നു. വീണ്ടും നമ്മൾ മൈനസ് ചെയ്തപ്പോൾ 101 ആണ് വന്നത്. ആ 0 വീണ്ടും താഴത്തേക്ക് എഴുതി. അതിനുശേഷം വീണ്ടും 1 കൊടുത്തു. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, മൈനസ് ചെയ്തു. 0 - 1 1, 1 - 0 1,
1 മൈനസ് 0 മൈനസ് 1 1 1 മൈനസ് 1 0. അപ്പോൾ 1 1 1 ട്രിപ്പിൾ 1 കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു 1 താഴത്തേക്ക് ഇറക്കി എഴുതുന്നു. അപ്പോൾ ഇത് വീണ്ടും 4 ബിറ്റ് ഉണ്ട്. 4 ബിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു 1 എടുക്കുന്നു. ഓക്കെ, ആ 1 എടുത്തു. നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 1 മൈനസ് 0 മൈനസ് 1 1 ആണ്. 1 മൈനസ് 0 1 ആണ്. 1 മൈനസ് 1 0, 1 മൈനസ് 1 0. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 1 1 എന്നുള്ള ആൻസറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ 0 എടുത്തെഴുതി. ഈ 0 എടുത്തെഴുതുമ്പോഴും 1 1 0 ആണ് വരുന്നത്. അപ്പോൾ 3 ബിറ്റുകൾ, ഇവിടെ 4 ബിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ നോർമലി നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ 0 ആഡ് ചെയ്യുന്ന മാതിരി 0 ഇട്ടു. ഓക്കെ, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം 0 അല്ലേ വരിക. അപ്പോൾ എല്ലാം 0 ഇട്ട് കഴിഞ്ഞാൽ മൈനസ് ചെയ്യുമ്പോൾ 1 1 0 0 1 1 0 എന്നുള്ളത് കിട്ടും. ബാലൻസ് ഉള്ള 0 കൂടെ നമ്മൾ ഇറക്കി എഴുതും. ഓക്കെ, ബാലൻസ് ഉള്ള 0 ഇറക്കി എഴുതിയിട്ട് വീണ്ടും അപ്പോൾ ഇത് 4 ബിറ്റ് ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, നമ്മൾ താഴെ എഴുതി. അപ്പോൾ നമുക്ക് റിമൈൻഡർ 0 0 1 എന്നുള്ള റിമൈൻഡർ കിട്ടി. ഓക്കെ, ഇതാണ് സെൻറ്റർ സൈഡ് നടക്കുന്ന പ്രോസസ്സ്. ഇനി ഈ സെൻറ്റർ എന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനൽ ഡാറ്റ, അതായത് 1 0 0 1 0 0 എന്നുള്ള ഒറിജിനൽ ഡാറ്റയുടെ കൂടെ ഈ റിമൈൻഡർ ആയിട്ടുള്ള 0 0 1, അതായത് CRC, അതിനാണ് CRC പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്നത്. സെൻറ്റർ സൈഡ് നമ്മളിതിനെ ജനറേറ്റർ എന്ന് പറയുമെങ്കിൽ റിസീവർ സൈഡ് നമ്മളതിനെ ചെക്കർ എന്നാണ് പറയുക. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ചെക്കർ സൈഡ് എങ്ങനെയാണ് ഡിവിഷൻ നടക്കുന്നത് നോക്കാം. ചെക്കർ സൈഡ് എന്ത് ചെയ്യും, നമ്മൾ അയച്ച ഡാറ്റ വിത്ത് CRC അയച്ചിട്ടുണ്ട്. 0 0 1 എന്നുള്ള CRC വെച്ച് അയച്ചിട്ടുണ്ട്. സെയിം ഡിവിഷൻ പ്രോസസ്സ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. ആ ഡിവിഷൻ പ്രോസസ്സ് ചെയ്തിട്ട് ലാസ്റ്റ് റിമൈൻഡർ 0 0 0 എന്നാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ഡാറ്റ വിത്തൗട്ട് എനി എറേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് CRC ചെക്കറിനകത്തുള്ള പ്രോസസ്സ്. ഓക്കെ, ഇവിടെയും മോഡുലാർ 2 ഡിവിഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സീറോസ് ആൻഡ് വൺസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. 0 ആണെങ്കിൽ ഡാറ്റ ആക്സെപ്റ്റ്, റിമൈൻഡർ 0 ആണെങ്കിൽ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യും. റിമൈൻഡർ 1 ആണെങ്കിൽ, അല്ലെങ്കിൽ റിമൈൻഡർ 1 തന്നെ വരുള്ളൂ. 1 ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി അതന്നെ പോളിനോമിയൽ വെച്ചിട്ടാണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പോളിനോമിയൽ വെച്ചിട്ടാകുമ്പോൾ നമുക്കിങ്ങനൊരു പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ x⁻⁷, x⁻⁶, x⁻⁴ പ്ലസ് x⁻³ പ്ലസ് x+1, ഇതിനിടയിൽ ചില വാല്യൂസ് മിസ്സിംഗ് ആണ്. x⁵ ഇല്ല, അതുമാതിരി x² ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ 7 എന്നുള്ളവിടെ x⁻⁷ എന്നുള്ളതിന് 1 കൊടുക്കും, x⁻�6 എന്നുള്ളതിനും 1 കൊടുക്കും. x⁵ ഇല്ലാത്ത കാരണം ആ പൊസിഷനിൽ നമ്മൾ 0 കൊടുക്കും. x⁴ എന്നുള്ളിടത്ത് 1, 3 എന്നുള്ളിടത്ത് 1, x² ഇല്ലാത്തതുകൊണ്ട് അതും 0, ബാക്കിയെല്ലാം 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ വാല്യൂവിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ പോളിനോമിയൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, CRCയുടെ എന്താണ് CRC ജനറേറ്റർ, എന്താണ് CRC ചെക്കർ. CRC ജനറേറ്റർ സെൻറ്റർ സൈഡും CRC ചെക്കർ റിസീവർ സൈഡുമാണ് ഉള്ളത്. അതിൻ്റെ ജനറേറ്ററിൻ്റെ ഡിവിഷൻ പ്രോസസ്സും, ജനറേറ്ററിന് ഡിവിഷൻ പ്രോസസ്സ് കഴിഞ്ഞു അതുമാതിരി ചെക്കറിൻ്റെ ഡിവിഷൻ പ്രോസസ്സും, ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് CRC എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ.